அப்ப இந்த விஷயம் அவர் என்கிட்ட சொன்னார். ഈ വിഷയം താൻ എന്നോട് പറഞ്ഞു. നീ ഊഴിയത്തില് എന്ന പ്രശ്നങ്ങൾ വന്നാലും എന്റെ ശുശ്രൂഷയിലും എന്ത് പോരാട്ടങ്ങൾ വന്നാലും ஸ்தோத்திரம் பண்ணுங்க, സ്തോത്രം ചെയ്യണം, ஸ்தோத்திரம் பண்ணுங்க. സ്തോത്രം ചെയ്യണം. അന്നാളിലിരുന്ന് ഇന്നാൾ വരയ്ക്ക് ഞാൻ ചെയ്തിട്ട് വരാം. ആ നാളെ മുതൽ ഇന്ന് വരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. എത്രയോ കാര്യങ്ങളുണ്ട്, എത്രയോ കാര്യങ്ങൾ சொல்ல நேரமில்லை, എല്ലാം പറയാൻ നേരമില്ല. നിങ്ങൾ സ്തോത്രം பண்ணுங்க, നിങ്ങൾ സ്തോത്രം ചെയ്യണം. നിങ്ങളുടെ പിള്ളകൾക്ക് സ്തോത്രം பண்ணி കൊടുங்க, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്തോത്രം ചെയ്യണം. പഠിക്കുന്ന പിള്ളകൾക്ക്, പഠിക്കുന്ന വ്യാധി പിള്ളകൾക്ക്, രോഗികൾക്ക് ഇനി ഫീസ് കൊടുക്കുന്നത്, അവർക്ക് ഫീസ് കൊടുക്കുക, കല്യാണത്തിക്കാർ, വിവാഹത്തിന് വേണ്ടി, കുഴந்தை பிறக்கவில்லையா, മക്കൾ ജനിക്കുന്നില്ലേ, ഇനി ഏதாவது പ്രശ്നം இருக்கா, മറ്റെന്തെങ്കിലും പ്രശ്നം, മനവിക്കിടയിൽ സണ്ട இருக்கா, ഭാര്യഭർത്താക്കന്മാരുടെ ഡൈവേഴ്സിക്ക് പോകാമ നേരെ കരങ്ങളെ ഉയർത്തി സ്തോത്രം பண்ணுங்க, ഡിവോഴ്സിന് പോകാൻ നേരെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുക. അത് ആണ്ടവർ சொன்னார். അതാണ് ദൈവം പറഞ്ഞത്. യോഹോശാഫാത്ത് എന്ന രാജാവുക്ക് യഹോശാഫാത്ത് എന്ന രാജാവ് വന്ന വേളയിൽ യുദ്ധം വന്നപ്പോൾ യേശയ്യപ്പച്ചൻ തന്ന വിഷയം എന്താ? യേശയ്യപ്പച്ചൻ പറഞ്ഞ കാര്യം 2 നാളാകമം 20 അധികാരം മുതൽ 24 വചനം. 2 ദിനവൃത്താന്തം 20 അധ്യായത്തിന്റെ ആദ്യത്തെ 24 വാക്യങ്ങൾ. യഹോശാഫാത്ത് രാജാവ്, അമോന്യർ, സെയീർ കുടികൾ, മോവാബ്യർ യുദ്ധത്തിന് വന്നാர்கள். യുദ്ധത്തിന് വന്നു. അപ്പൊ രാജാ കേട്ടാർ. അപ്പോൾ രാജാവ് എന്നെ ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണമോ ഇല്ല ഏതാவது ചെയ്യ വേണ്ടുമോ? യുദ്ധം ചെയ്യണോ അതോ മറ്റെന്തെങ്കിലും ചെയ്യണമോ? അത് നല്ല രാജ, തന്റെ നല്ല രാജ. ഇതേപോലെ നടത്തിപ്പ് കേൾക്കുന്ന രാജ, ദാവീദിനെ പോലെ നടത്തിപ്പ് ചോദിക്കുന്ന രാജ, ഇതേപോലെ ദേവസിത്തം ചെയ്യുന്ന രാജ, ദാവീദിനെ പോലെ ദൈവേഷ്ടം ചെയ്യുന്ന രാജ, ഇതേപോലെ ദേവനുക്ക് ഭയപ്പെടുന്ന രാജ, ദാവീദിനെ പോലെ ദൈവത്തെ ഭയപ്പെടുന്ന രാജാവ്, നീതിമാനാകിയ രാജ, നീതിമാനായ രാജാവ്, ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. കർത്താവ് പറഞ്ഞു, ഈട്ടി ഒന്ന് എടുക്ക വേണ്ട, എന്റെ കുന്തമൊന്നും എടുക്കണം, കൊഹാത്യരെ കൂപ്പിടുക, നീ ലേവിരെ വിളിക്കുക. നല്ല ശബ്ദം ഉയർത്തി, അവർ നല്ല ശബ്ദമുയർത്തി, കർത്തർ നല്ലവർ അവർ കിരുബ എന്തുമുള്ളത് എന്ന് ആർപ്പരിയുങ്ങൾ, യഹോവ നല്ലവൻ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ആർപ്പിടുക. അതേ അധികാരം 19 വചനത്തിലിരുന്ന് വാസിக்கிறோം. അത് അധ്യായത്തിന്റെ 19 വാക്യം തൊട്ട് വായിക്കും. அப்படியே அவர்கள் செய்தார்கள். അങ്ങനെ അവർ ചെയ്തു. ജനങ്ങളെ കൂപ്പിട്ട്, ജനങ്ങളൊക്കെ വിളിച്ചു, യുദ്ധത്തിന് പോവേണ്ട, യുദ്ധത്തിന് പോകേണ്ട, ഇങ്ങ വാങ്ങ, എല്ലാവരും ഇവിടെ വരിക, വനാന്തരത്തേക്ക് വാങ്ങ, ഈ മരുഭൂമിയിലേക്ക് വരിക. ശബ്ദമുയർത്തി കർത്തർ നല്ലവർ അവർ കിരുബ എന്തുമുള്ളത് എന്ന് ആർപ്പരിക്ക சொன்னார். ദൈവം നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ആർപ്പരിക്കുമ്പോൾ, അങ്ങനെ ആർപ്പിടുമ്പോൾ ശത്രുക്കൾ മധ്യയിൽ പെരിയ കലക്കമുണ്ടായി. ശത്രുക്കളുടെ ഇടയിൽ ഒരു കലക്കമുണ്ടായി. ആദ്യം സെയീർ കുടികൾക്കും അമോന്യർ മോവാബ്യർക്കും ഇടയിൽ ഒരു കലക്കം. ആദ്യം മോവാബിരും അമോന്യരും സെയീർ പർവ്വത നിവാസികളും തമ്മിൽ ഒരു കലക്കം. കൊല ചെയ്തു. അവരങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു. അമോന്യർക്കും മോവാബ്യർക്കും സണ്ട. അതിനുശേഷം അമോന്യരും മോവാബിരും അവരും വാസിக்கிறோம். അവിടെ വായിക്കുന്നത്, എല്ലാവരും മുറിയടിക്കപ്പെട്ടാர்கள், എല്ലാവരും ഛേദിച്ചു, ഒരുവരും തപ്പിക്കവില്ല, ആരും രക്ഷപ്പെട്ടില്ല. സ്തോത്രത്തിൻ വല്ലമേ. അതാണ് സ്തോത്രം. ഒരു പാട്ടുണ്ട്, ഒരു പാട്ടുണ്ട്. സ്തുതി ചെയ്യ തുവങ്ങും പോലെ കർത്തർ യുദ്ധം ചെയ്യ சொல்லுங்க, என்ன சொல்ல மாட்டீங்களே, துவங்குவார். ചിലരുടെ എണ്ണം ഇവർ ഇപ്പടി പോലെ എപ്പം കൂട്ടം മുടിപ്പ, ഒന്നും ഭയപ്പെടാതെ 4 മണിക്ക് മുടിച്ചു തരാം. ചിലർ ചിന്തിക്കുന്നത് ഇങ്ങനെ പോയെന്നാലോ യോഗം എപ്പോ അവസാനിക്കും, ഒന്നും വിഷമിക്കേണ്ട, 4 മണിക്ക് നിർത്താം. കഥയെല്ലാം പേസിട്ടേ പോലെ എപ്പം മുടിപ്പാരോ தெரியாது. ഈ കഥയെല്ലാം ഒന്നും ഭയപ്പെടാതെ 4 മണിക്ക് മുടിച്ചു തരാം. നിങ്ങളൊന്നും പേടിക്കേണ്ട, 4 മണിക്ക് നിർത്താം. ദേവർക്ക് മഹിമ, ദൈവത്തിന് മുടിപ്പ പെട്ടെന്ന് അവസാനിപ്പിക്കും. കാരണം എനിക്ക് അനേകർ കലങ്കുറാങ്ക, കാരണം അനേകർ കലങ്ങുന്നു. ഒരു ചിന്ന മൂക്കിപ്പനി വന്ന ഉടനെ ഓട്ടം ആസ്പത്രിക്ക്, ചെറിയൊരു മൂക്കിപ്പനി വന്നാൽ ഉടനെ ആശുപത്രിയിലേക്ക്. അവൻ അങ്ങേയും കുത്തി ഇങ്ങേയും കുത്തി, അങ്ങേയും കട്ട് ചെയ്ത് ഇങ്ങേയും കട്ട് ചെയ്ത് ഇതുക്കുള്ള പണത്തെ എല്ലാം ചുരുടി കുട്ടി ഉന്നെ പിന്നെ പാർസൽ പണി അനുപ്പറാങ്ക. അവിടെ കുത്തി ഇവിടെയും കുത്തി, അവിടെ മുറിച്ച് ഇവിടെ മുറിച്ച് ഉള്ള പണം എല്ലാം അടിച്ചു മാറ്റി അവസാനം നിങ്ങളെ പാഴ്സലാക്കി അയക്കുകയാണ്. ദേവനക്ക് മഹിമേ, ദൈവത്തിന്റെ മഹത്വം. നല്ല മരുന്ന്, നല്ല മരുന്നുണ്ട്. എന്നാ മരുന്ന്? എന്താണ് മരുന്ന്? എന്നാ മരുന്ന്? എന്താണ് മരുന്ന്? ആർപിഡി. 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 എന്നാ ആർപിഡി? എന്താണ് ആർപിഡി? എന്നാ ആർപിഡി? എന്താണ് ആർപിഡി? റെസിസ്റ്റ് ദ പവർ ഓഫ് ഡെവിൾ. പിശാചിന്റെ ശക്തിയോട് എതിർത്ത് നിൽക്കുക. സ്തോത്രം 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 എന്ന് ചൊല്ലുമ്പോൾ, സ്തോത്രം 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 എന്ന് പറയുമ്പോൾ, പിശാചിന്റെ മണ്ടയിൽ നീ ഗുണ്ട് പോടുகிறாൻ. പിശാചിന്റെ തലയിൽ നിങ്ങൾ ഒരു ബോംബ് ഇടുക. ദേവന്റെ നാമം മഹിമപ്പെടുന്നു, ദൈവനാമം മഹത്വപ്പെടുന്നു. ഇത് ഗുണ്ട് വീഴുന്നത്, ഈ ബോംബ് വീഴുന്നു, ദേവന്റെ നാമം മഹിമപ്പെടുന്നു, ദൈവനാമം ഉയരുന്നു. അടുത്ത ഗുണ്ട് വീഴുന്നത്, അടുത്ത ബോംബ് വീഴുന്നു. അപ്പടി പിശാച് അവിടെ ബലവീനപ്പെട്ട് 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 ഓടിപ്പോവാ. അങ്ങനെ പിശാച് ബലഹീനപ്പെട്ട് 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 ഓടിപ്പോകും. ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. എത്രയോ സാക്ഷികളുണ്ട്, എത്രയോ സാക്ഷികളുണ്ട്. ദയവ് ചെയ്ത് സ്തോത്രം പണ്ണുങ്ക. അതുകൊണ്ട് ദയവായി സ്തോത്രം ചെയ്യണം. சின்ன பிள்ளைகளும் கூட ஸ்தோத்திரம் பண்றாங்க. ചെറിയ കുട്ടികളും സ്തോത്രം ചെയ്യുന്നു. ഒരു വിഷയം மட்டும் சொல்றேன். അണ്ണാ നഗറിലെ ഒരു വിശ്വാസി, അണ്ണാ നഗറിലെ ഒരു വിശ്വാസി
അപ്പൊ ടീച്ചേഴ്സ് മീറ്റിംഗ്, ടീച്ചേഴ്സിന്റെ മീറ്റിംഗ് നടക്കുന്നു. ഞങ്ങൾക്ക് ഇരുമ്പല്ലൂർ ടീച്ചേഴ്സ് മീറ്റിംഗ്, ഇരുമ്പല്ലൂർ ടീച്ചേഴ്സ് മീറ്റിംഗ് നടക്കുന്നു. ടീച്ചേഴ്സ് മീറ്റിംഗ് കിട്ട 3000 പേര് വരുവാங்க. അവിടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്റെ മീറ്റിംഗിന് ഏകദേശം 3000 പേര് വരും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പൊ இந்த പയ്യൻ சொன்ன நானும் கூட ടീച്ചേഴ്സ് മീറ്റിംഗിൽ വരാം. ഈ കുഞ്ഞു പറയുകയാണ്, നീ എതുക്കട വരണം? പിതാവ് ചോദിച്ചു, നീ എന്തിനാ വരുന്നേ? ഇല്ല എനിക്ക് പാസ്റ്റർ എംടിയെ പാക്കണം. എനിക്ക് പാസ്റ്റർ എംജിയെ കാണണം. എതുക്കട എംടിയെ പാക്കണം? എന്തിനാണ് പാസ്റ്റർ എംജിയെ കാണുന്നത്? ജോം പണ്ണണം, പ്രാർത്ഥിക്കണം. അവന്റെ തലയിൽ അങ്ങ് ഇങ്ങുന്ന 4 മുടി, എല്ലാം വളക്കത്തലതാ. അവന്റെ തലയിൽ അവിടെ ഇവിടെ മാത്രം 3-4 മുടിയുണ്ട്, ബാക്കിയെല്ലാം കഷണ്ടി ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ. എന്റെ തലയെ പാത്തീങ്ങളാ? ഇപ്പൊ എന്റെ തല കണ്ടോ? അവർ ജപിത്താൽ താൻ പ്രാർത്ഥിച്ച മുടി വളരും. മുടി വളരും. എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട്. ഞാനും വരും. ശരി, പോകാന്ന് പറഞ്ഞു. കൊണ്ടുവന്നാങ്ക കൊണ്ടുവന്നു. இப்படி உட்கார்ந்துட்டு യോഗം കഴിഞ്ഞ് ഞാൻ അവിടെ அப்பாவும் மகனும் வந்தார். പിതാവ് മകനും വന്നു. என்ன விஷயம்? ഞാൻ ചോദിച്ചു, എന്താ വിഷയം? முதல் நானும் கேட்டேன், ഈ തമ്പിയെ എതുക്കാக நீங்க ടീച്ചേഴ്സ് മീറ്റിംഗ് കൊണ്ടുവന്നീங்க? ആദ്യം ഞാനും ചോദിച്ചു, ഈ കുഞ്ഞിനെ എന്തിനാണ് ടീച്ചേഴ്സ് മീറ്റിംഗിന് കൊണ്ടുവന്നത്? കാരണം പിള്ളകളെ കൊണ്ടുവരക്കൂടാതെ ഒരു പ്രമാണമുണ്ട്. കുട്ടികളെ കൊണ്ടുവരുന്നതാണ് പ്രമാണം. കേട്ടെ, എതുക്ക് இந்த പിള്ളകളെ എല്ലാം കൂട്ടിട്ട് വന്നീங்க? ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ കുട്ടികളെ? അവർക്ക് ഉങ്ങളെ പാക്കണമാ? അല്ല പാസ്റ്റർ, പാസ്റ്ററിനെ കാണണം, ജപിക്കണമാ, പ്രാർത്ഥിക്കണം. അവന്റെ തല പാരുക പാസ്റ്റർ, അവന്റെ തല നോക്കുക. പരിതാപം, വളരെ പരിതാപകരം. പരിതാപകരം. വളക്കത്തലയാണ് പറവാല്ല. മുഴുവനും കഷണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അങ്ങ ഇങ്ങ റൗണ്ട് മുടി. ഇത് അവിടെ ഇവിടെ വട്ടത്തിൽ കുറച്ച് വരുമ്പോ അവനെ പരിഹാസം പണ്ണാമൽ ഇരുപ്പാങ്കളാ? വളർന്നു വരുമ്പോൾ അവനെ കളിയാക്കാതിരിക്കുവോ? കല്യാണം പண்றதுக்கு ഏതാതും പെണ്ണെ കിടക്കുമാ? കല്യാണം കഴിക്കുവാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കിട്ടുവോ? ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പൊ ഞാൻ சொன்ன തമ്പി കൈപിടി. അപ്പൊ ഞാൻ പറഞ്ഞു, മകനെ കൈ 10 കല്ലെട്. നീ 10 കല്ലെടുത്തോണ്ട് വാ. 10 കല്ലെട്. 10 കല്ല് ഇപ്പടി കൈപിടി. ഇങ്ങനെ കൈ പിടിക്കണം. സ്തോത്രം 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 സ്തോത്രം. 10 സ്തോത്രം. ഒരു കല്ലെടുത്ത് ഇങ്ങവേ. 10 സ്തോത്രം ചെയ്തിട്ട് ഒരു കല്ലെടുത്ത് ഇപ്പുറത്ത് വെക്കണം. സ്തോത്രം സ്തോത്രം ഒരു കല്ലെടുത്ത് പോയി. വീണ്ടും 10 സ്തോത്രം, ഒരു കല്ലെടുത്ത് പോയി. വീണ്ടും കല്ലെടുത്ത് 10 കല്ലെടുത്ത് പോയി. 10 കല്ലെടുത്ത്. അപ്പൊ 100 സ്തോത്രം. അപ്പൊ 100 സ്തോത്രം. അവൻ അപ്പടിയേ ചെയ്താ. അവൻ അങ്ങനെ തന്നെ ചെയ്തു. അപ്പടിയേ ചെയ്താ. അങ്ങനെ തന്നെ ചെയ്തു. തകപ്പൻ മറന്നു വിട്ടാ. പിതാവ് അത് മറന്നുപോയി. കാലയില് കല്ലെടുത്ത് ഇപ്പടി വിളയാടുற മാതിരി. എന്നടാ കാലിലേ കല്ലിൽ വിളയാടുற? രാവിലെ കല്ലെടുത്ത് കളിക്കുകയാണെന്ന് തനിക്ക് തോന്നി. എന്താ രാവിലെ കല്ലെടുത്ത് കളിക്കുന്നത്? ഞാൻ RPD ചെയ്യുക. ഇല്ല പപ്പ, ഞാൻ RPD ചെയ്യുകയാണ്. എന്നെ ചെയ്താല് എന്താണ് RPD അവർക്ക് വിളങ്ങിയേറ്റ സ്തോത്രം ചെയ്തു. 40-ാം നാളിൽ 40-ാം ദിവസം മുഴുവൻ മുടിയും വളർന്നു. ബാർബർ ഷോപ്പിൽ പോയി വെട്ടി. ഞായറാഴ്ച സാക്ഷി சொன்னாங்க. ഞായറാഴ്ച സാക്ഷി പറഞ്ഞു. ഇന്നിക്ക് അവനക്ക് മുഴു തലയിലും മുടി. അവന്റെ തല മുഴുവനും മുടിയാണ്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. പിള്ളകളുടെ വിശ്വാസം പാരുങ്ക. ചെറിയ കുട്ടികളുടെ വിശ്വാസം. ദേവനെ അവിശ്വസിയാതിങ്ക. ദൈവത്തെ വിശ്വസിക്കുക. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ദൈവിക സുഖത്തിൽ നാം നിലച്ചിരിക്ക വേണ്ടും. ദൈവിക രോഗശാന്തിയിൽ നാം കടം വാങ്ങാமல் ഉൻ കുടുംബത്തെ നീ നടത്ത വേണ്ടും. കടം വാങ്ങാതെ നിങ്ങളുടെ കുടുംബത്തെ നടത്തണം. പ്രശ്നങ്ങൾ സண்டை ഇല്ലാமல் കുടുംബ வாழ்க்கையை നടത്ത വേണ്ടും. പ്രശ്നങ്ങളും ഷണ്ടയും ഒന്നുമില്ലാതെ കുടുംബ ജീവിതം നയിക്കണം. ഇതെല്ലാം ഉലകത്താരുടെ ജീവിതം. ഇതെല്ലാം ലോകക്കാരുടെ രക്ഷിക്കപ്പെടാത്തവരുടെ ജീവിതം. രക്ഷിക്കപ്പെടാത്തവരുടെ ജീവിതം. മാംസത്തുകൂറിയവരുടെ ജീവിതം. ചെടികളുടെ ജീവിതം. അതല്ല നമ്മുടെ ജീവിതം. അതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ വീട്ടിൽ സண்டை இருக்கக்கூடாது. നമ്മുടെ വീട്ടിൽ മனைவிക്കും പുരുഷനുക്കും ഇടയിൽ സண்டை. ഭാര്യ ഭർത്താക്കന്മാരുടെ അയൽവക്കക്കാരോട് സണ്ടை. അയൽവക്കക്കാരുടെ വഴക്ക്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. കടം വാങ്ങി കുവിക്കറായി. കടം വാങ്ങി കൂട്ടരുത്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതൊന്നും ദേവസിത്തമില്ല. അതൊന്നും ദൈവഹിതമല്ല. സ്തോത്രം പണ്ണ്. നീ സ്തോത്രം ചെയ്യുക. നിശ്ചയமாக ദേവൻ ആശീർവദിപ്പാർ. തീർച്ചയായും ദൈവം അനുഗ്രഹിക്കും. എത്രയോ കഥകൾ എനിക്ക് അനുഭവങ്ങൾ ഉണ്ട്. എത്രയോ അനുഭവങ്ങൾ എനിക്കുണ്ട്. അതെല്ലാം ഇപ്പൊ നേരമില്ല. അതെല്ലാം പറയാൻ സമയം. ആകയാൽ இந்த സ്തോത്രത്തെ നിങ്ങൾ പണ്ണുങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഈ സ്തോത്രം ചെയ്യുക. സ്തോത്രം പണ്ണുമ്പോൾ 6 കണ്ടീഷൻ. സ്തോത്രം ചെയ്യുമ്പോൾ 6 വ്യവസ്ഥ. ഒരു മനം, ശരീരത്തിൽ ഒരു മനം, നിന്റെ ശരീരത്തിൽ ഒരു ഏകാഗ്രത, മനതിൽ ഒരു മനം, മനസ്സിലൊരു ഏകാഗ്രത, മൂന്നാമത് വിശ്വാസത്തിൽ, മൂന്നാമത് വിശ്വാസം, നാലാമത് അഭിഷേകത്തിൽ, നാലാമത് അഭിഷേകത്തിൽ, അഞ്ചാമത് കുറിക്കപ്പെട്ട ഒരു ടൈം എടുത്ത്, അഞ്ചാമത് നിശ്ചയിക്കപ്പെട്ട ഒരു സമയത്ത് 90 നാൾ, 90 ദിവസം. ദേവനക്ക് മഹിമ, ദൈവത്തിന്റെ മഹത്വം. മനതിൽ ഒരു മനം തേവ, മനസ്സിലൊരു ഏകാഗ്രത വേണം. ശരീരത്തിൽ ഒരു മനം തേവ, ശരീരത്തിലും ഒരു ഏകാഗ്രത വേണം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഒരു മനം എന്ന് சொன்னால் ഒരു മനസ്സിൽ ഏകാഗ്രത എന്ന് പറഞ്ഞു. SBI ബാങ്കിനുடைய സിംബൽ മാതിരി. SBI ബാങ്കിന്റെ സിംബൽ പോലെ. എന്നാ SBI ബാങ്ക് സിംബൽ? എന്താണ് SBIയുടെ സിംബൽ? ഒരു പാട്ടിയമ്മ ഊസിൽ നൂലേറ്റുവാങ്ക. ഒരു വല്യമ്മച്ചി നൂല് കോർക്കുന്നതാണ്. ഒരു പാട്ടിയമ്മ ഉക്കാന്നിട്ട് ഊസിയിൽ നൂല് പിടിച്ചിട്ട് ഇരിക്കും. ഒരു വലിയ SBI ബാങ്കിനുടെ സിംബൽ. അതാണ് SBI ബാങ്കിന്റെ സിംബൽ. നൂല്. ഒരു മനോ. അതാണ് ഒരു മനസ്സല്ല ഏകാഗ്രത. ദൈവത്തിന് ഊസിയെ വെച്ച് ഒരു സൂചി എടുത്ത് സണ്ട പോട്ട് എന്നെ പண்றேன் പാര്. എന്താ ചെയ്യുന്നതെന്ന് നോക്ക്. നൂലേറ്റാൻ മുടിയുമോ? നൂല് കയറ്റാൻ പറ്റുമോ? ഇല്ല. ഇല്ല.
നിന്റെ ശരീരം ഒരു മനമായിരിക്കണം. എന്റെ ശരീരത്തിലേക്കാക്കരുത്. കൈ ആടക്കൂടാ. കൈ ആടരുത്. ഉന്റെ മനസ്സ് ഇങ്ങേ ഇരിക്കണം. മനസ്സ് അവിടെ ആയിരിക്കണം. കണ്ണ് ഇങ്ങേ ഇരിക്കണം. കണ്ണവിടെ ആയിരിക്കണം. അപ്പൊ എന്താ ഊസിയിൽ നൂലേറ്റ മുടിയും. അപ്പോൾ തന്നെ നൂല് കോർക്കാൻ കഴിയും. ശരീരത്തിലെ ഒരു മനം. ഇതാണ് ശരീരത്തിന്റെ കണ്ണുകളെ മൂടി, കണ്ണുകളെ അടച്ച്, കരങ്ങളെ ഉയർത്തി. കരങ്ങളെ ഉയർത്തി. കരങ്ങളെ ഉയർത്തണം. എന്തിനാണ് കരങ്ങളെ ഉയർത്തുന്നത്? വിരൽ ரொம்ப കൊളപ്പടി. ഈ വിരൽ വളരെ പ്രശ്നമാണ്. സ്വോത്രം ചെയ്യുമ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും. പേനൊക്കെ എടുത്ത് സ്വോത്രം 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 ഇല്ല, മൂക്കിൽ പോയിട്ട് സ്വോത്രം 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 ഇല്ല, എന്തെല്ലാം കൊളപ്പടി പണം. എന്തെല്ലാം പ്രശ്നം ചൊറിഞ്ഞ് ഇങ്കയും ചൊറിഞ്ഞ്. ഇതാ സ്വോത്രം. ആണ്ടൊരു പാത്തിട്ടേ இருக்கிறாரு. ആണ്ടോട് മുന്നാലെ സ്വോത്രം 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 സ്വോത്രം. ആണ്ട് എന്നാ ചെയ്യുവാര്? വയറ്റിലൊരു കുത്തു കുത്തിട്ട് ഇങ്ങനെ ദൈവത്തിന്റെ ചിലവർക്ക് ജപത്തേക്ക് വന്നോടനെ വയറ്റുവലി വരുന്നത്. അതാണ് ചിലർക്ക് പ്രാർത്ഥനയ്ക്ക് മണ്ടയിലടി, ചിലർക്ക് തലവേദന. അതാണ് ദേവനക്ക് മഹിമേ. ദൈവത്തിന്റെ എൻ സമൂഹത്തെ നീ അലക്ഷ്യം പണ്ണുകറായി. എന്റെ സന്നിധിയെ നീ പരിശുദ്ധത്തെ അലക്ഷ്യം പണ്ണുകറായി. വിശുദ്ധി അലക്ഷ്യമാക്കും. പരിശുദ്ധത്തെ പരിശുദ്ധ കുലച്ചലാക മാറ്റുകറായി. വിശുദ്ധി അശുദ്ധിയാക്കി മാറ്റും. ഞാൻ ഉന്നെ ആശീർവദിക്ക മുടിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയും. ഒരു മനതോടെ നീ ഏകാഗ്രതയോടെ എൻ സന്നിധിയിൽ വാ. എന്റെ സന്നിധിയിൽ ഞാൻ ഉന്നെ ആശീർവദിപ്പേ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. വിട്ട് വിലകുവതുമില്ല, കൈവിടുവതുമില്ല. നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. വിരോധமாக എഴുമ്പുകിற എന്തായുധവും വായിക്കാമൽ പോം. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. ദേവജനമേ, ദൈവജനമേ, നാം താൻ ഉലകത്തേക്ക് ഒളിയായി ഇരിക്കണം. നാം ലോകത്തിന് വെളിച്ചമാണ്. നമ്മുടെ വീട്ടിലെ സണ്ടകൾ മാറട്டும். നമ്മുടെ വീട്ടിലെ വഴക്ക് മാറട്ടെ. കടൻ ഇല്ലാமல் ജീവിക്ക പഴകുങ്ക. കടമില്ലാതെ ജീവിക്കാൻ പഠിക്കുവിൻ. എത്രയോ വിശ്വാസികൾ കടൻ ഇല്ലാமல் ജീവിക്கிறார். എത്ര വിശ്വാസികൾ കടമില്ലാതെ ജീവിക്കുന്നു. അതിലൊരുവർ താൻ തിരുവനന്തപുരത്തെ പൗലോസ്, സ്റ്റാൻലി പൗലോസ്. അതിലൊരാളാണ് തിരുവനന്തപുരത്തെ സ്റ്റാൻലി പൗലോസ്. നാഗർകോവിലെ സൗന്ദർരാജ്. നാഗർകോവിലെ സൗന്ദർരാജ്. എത്രയോ പേരെ എനിക്ക് சொல்ல முடியும். എത്ര പേരെ എനിക്ക് പറയാൻ കഴിയും? എല്ലാം കടനിൽ മുഴുകിനവങ്ക. ഇവരെല്ലാം കടത്തിൽ മൂടിപ്പോയവരാണ്. സ്തോത്രത്തിന് അவ்வளവും വല്ലമയുണ്ട്. സ്തോത്രത്തിന് അത്രത്തോളം ശക്തി. അടിക്കടി സ്തോത്രം പണ്ണുകയെന്ന് சொல்லுகிறோம். അതുകൊണ്ടാണ് ഞാൻ അടിക്കടി സ്തോത്രം ചെയ്യാൻ. വിധமான സ്തോത്രം ചെയ്യാൻ നമ്മുടെ വീടുകളെല്ലാം സ്തോത്രത്തിൻ വീടാക മാറ്റപ്പെട് ഉദവി ചെയ്യുമ്പടിയാക എല്ലാവരും കരങ്ങളെ ഉയർത്തി സ്തോത്രം പണ്ണുவோം. സ്തോത്രം 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 സ്തോത്രം. എല്ലാ പിള്ളകളും സ്തോത്രം പണ്ണുക. കുട്ടികളെല്ലാം സ്തോത്രം ചെയ്തോട്ടെ. സ്തോത്രം 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 സ്തോത്രം.